ഹലോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുക്കാം. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കൊരു 101 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ഇന്നൊരു ബോയുടെ കീ ചെയിനാണ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു 5-10 മിനിറ്റൊക്കെ കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കീ ചെയിനാണ്. ഇത് നമുക്ക് കീ ചെയിനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ബോയ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടോ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 101 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 24 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ 3 ലൂപ്പിൽ കൂടെ പയ്യെ പുൾ ത്രൂ ചെയ്തെടുക്കണേ. അങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡി സി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 24 ഹാഫ് ഡി സി കറക്റ്റ് കൗണ്ട് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 24 ഹാഫ് ഡബിൾ ക്രോഷ്യ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് 3 സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആക്കി കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്തെടുക്കുന്നതാണ് സ്ലീവ് സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 18 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സെയിം ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ കൗണ്ട് മാത്രം നോക്കിയാൽ മതി. കൗണ്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഭയങ്കര ഈസിയാണ്. നമുക്ക് അധികം കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതുപോലെ 18 ഹാഫ് ഡബിൾ ക്രോഷ്യ ഫിനിഷ് ചെയ്തെടുക്കണേ. അതിപ്പോൾ 18 എണ്ണം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് 4 സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാവേ. ഇനി വീണ്ടും നമുക്ക് ഒരു 18 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ 24, 18, 18, 24 ആ ഒരു രീതിക്കാണ് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ സിംഗിൾ ക്രോഷ്യം അതുപോലെ തന്നെ സ്ലീവ് സ്റ്റിച്ചും ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ബോയാണ്. നിങ്ങൾക്ക് ഇത്രയും വലുത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കൗണ്ടിൽ വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ 18 ഹാഫ് ഡബിൾ ക്രോഷ്യ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 3 സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റിപ്പീറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് 24 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. കഴിഞ്ഞു, നമ്മുടെ ഒരു റൗണ്ട് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ബോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും കൊടുക്കാനായിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുമേ. ബോയുടെ ഹെഡ് ബോസും അതുപോലെ തന്നെ ബോയുടെ ഹെയർ ആക്സസറീസ് അതുപോലെ കീ ചെയിൻസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 24 നമ്മൾ ചെയ്തു. ഇതാണ് ഫസ്റ്റ് റൗണ്ട് നമ്മൾ മൊത്തത്തിൽ ഫിനിഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. അടുത്ത റൗണ്ടിൽ ഞാനിവിടെ ബാക്ക് ലൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബാക്ക് ലൂപ്പിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാവേ. നമുക്കിതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ചെയിൻസ് കിട്ടും. അതായത് ഫ്രണ്ടിലും കിട്ടും ബാക്കിലും കിട്ടും. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ചെയിനിൻ്റെ 2 സൈഡ് കണ്ടില്ലേ, അതിൽ ആ ബാക്കിലത്തെ ചെയിനിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്.
കണ്ടോ ബാക്കിലത്തെ ചെയിനിൽ ഒരു ചെയിനിൽ മാത്രമാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ വീണ്ടും ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 24 സിംഗിൾ ക്രോഷ് 24 ഹാഫ് DCs ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നേരത്തെ സെയിം കൗണ്ട് തന്നെയാണ് നമ്മളിനി ഫോളോ ചെയ്യുന്നത്. 24 18 18 24 ആ കണക്ക് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ 5 റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഞാനിപ്പോൾ 5 റൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, വിട്ട് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 റൗണ്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം കാണാവേ. 5 റൗണ്ട് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. സെയിം പാറ്റേൺ ആണ് കേട്ടോ. 1 2 3 4 5 കണ്ടോ 5 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്ത് കളയാവേ. ഞാനിതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് സെക്യൂർ ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ബാക്കി വന്ന യാൺസൊക്കെ ഉണ്ട്, അത് ഇതുപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് നന്നായിട്ട് ഹൈഡ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് ബാക്കി വന്ന സ്പേസൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ സെയിം കളർ വേണമെങ്കിൽ സെയിം കളറിൽ ഞാൻ ഇതുപോലെ ചുറ്റാം, വേറെ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് ചുറ്റിയെടുക്കാവേ. കഴിഞ്ഞു നമ്മുടെ ബോയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ വെറും ഒരു 5-10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബോയാണ്. ബിഗിനേഴ്സിന് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോജക്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കാവേ. ഇനി ഞാൻ കുറച്ചും കൂടി ഇതിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേൾസ് ഇതുപോലെ എടുക്കുന്നുണ്ട്. ഈ പേൾ ഇതുപോലെ നമ്മുടെ ത്രെഡിൽ കെട്ടാനായിട്ട് അല്ലെങ്കിൽ കോർക്കാനായിട്ട് ഇതുപോലത്തെ ഒരു നൂല് കെട്ടിയിട്ട് അതിൽ കോർത്താൽ മതി. ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടൊക്കെയാണ്, എനിക്ക് നന്നായിട്ട് വർക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു നൂലിൽ നമ്മുടെ യാണ് കെട്ടിയിട്ടിട്ട് ഇതുപോലെ കോർത്തെടുത്താൽ മതി. പല സൈസിലുള്ള നൂലാണെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും പറയണേ. അപ്പോൾ താങ്ക് യു.